വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കോട്ടയം ജില്ലയിൽ രാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ രാമസ്വാമി ക്ഷേത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കർക്കിടകമെന്നാണ്. ഹിന്ദുക്കളുടെ ഭക്തിസാന്ദ്രമായ കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണിത്. ഈ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് പുണ്യമായി അവർ കരുതുന്നു. ഈ അമ്പലം കൂടാതെ ശ്രീ ലക്ഷ്മണസ്വാമിയുടെ പേരിലുള്ള അമ്പലം കൂടപ്പലത്തും, ശ്രീ ഭരതൻ്റെ പേരിലുള്ള അമ്പലം അമനകരയിലും, ശത്രുഘ്നൻ്റെ പേരിലുള്ള അമ്പലം മേദിരിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അമ്പലം കൂടിയാണ്. ഉച്ചപൂജയ്ക്ക് മുന്നേ ഈ 4 അമ്പലങ്ങളിലും ദർശനം നടത്തി തിരികെ ഈ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്നു ചേരുമ്പോൾ 4 അമ്പല ദർശനം പൂർത്തിയാകുന്നു. 1000 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ഒരമ്പലം കൂടിയാണിത്. ഇതിൻ്റെ നിർമ്മിതിയെ സ്ഥാപനത്തെയും സംബന്ധിച്ച് നിരവധി കഥകൾ നിലവിലുണ്ട്. സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തതിനു ശേഷം അസ്വസ്ഥനായ ശ്രീരാമൻ ലങ്കയിലേക്കുള്ള യാത്രയിൽ രാമപുരത്തെത്തുകയും ഇവിടുത്തെ മനോഹരമായ പ്രദേശം കാണുകയും അതിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇവിടെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു എന്നും, അദ്ദേഹത്തെ തേടിയിറങ്ങിയ ഭരത, ലക്ഷ്മണ, ശത്രുഘ്നാദികൾ അദ്ദേഹത്തെ രാമപുരത്ത് വെച്ച് കണ്ടെത്തുകയും ഈ സ്ഥലത്തിനടുത്തുള്ള സ്ഥലങ്ങളിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ദോഷപരിഹാരത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും നാലമ്പല ദർശനം വളരെ ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു. ശ്രീരാമസ്വാമിയെ കൂടാതെ ശിവൻ, പാർവതി, ഗണപതി, ശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരും ഇവിടെ കുടികൊള്ളുന്നു. ഈ അമ്പലത്തിൻ്റെ പ്രധാന ഉത്സവം മീനമാസത്തിലെ ചോതി നാളിലാണ് നടക്കുന്നത്. ഈ അമ്പലത്തിൽ നിത്യേന 5 പൂജകളും 3 ശിവേലികളും നടക്കുന്നു. വെള്ളിയിൽ തീർത്ത അമ്പും വില്ലും പട്ടുവിരിയിൽ ഭഗവാന് സമർപ്പിക്കുന്നതാണ് വഴിപാട്. രാവിലെ 5 മണി മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയുമാണ് ദർശന സമയം. ഈ അമ്പലത്തിലേക്ക് കോട്ടയത്ത് നിന്ന് 37 കിലോമീറ്റർ ദൂരമുണ്ട്. കർക്കിടക മാസത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നതിനായി KSRTC വിവിധ സർവീസുകൾ നടത്തി വരുന്നു. ഈ വർഷത്തെ കർക്കിടക മാസ ആചരണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ കർക്കിടക മാസത്തിലും ഇവിടെ വന്ന് ദർശനം നടത്തി പോകുന്നത്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മൾ മുമ്പിൽ കാണുന്നത് രാമപുരത്തെ അമ്പലത്തോട് ചേർന്നുള്ള അമ്പലക്കുളമാണ്. അമ്പലത്തിൻ്റെ വടക്കൻ നടയുടെ കാണിക്കവഞ്ചിയാണ് ഈ കാണുന്നത്. ഇത് പാലായിൽ നിന്നും കൂത്താട്ടുകുളം പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കൂത്താട്ടുകുളം പോകുന്ന വശമാണ്. നമ്മൾ വലത്തെ സൈഡിലേക്ക് പോകുന്നത് കൂത്താട്ടുകുളം പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത അമ്പലമായിട്ടുള്ള ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത്, ആദ്യം രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം കൂടപ്പലത്തുള്ള ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ആയതിനു ശേഷം അമനകരയിലുള്ള ഭരത ക്ഷേത്രത്തിലും, അതിനുശേഷം മേദിരിയിലുള്ള ശത്രുഘ്നൻ്റെ അമ്പലത്തിലും ദർശനം നടത്തിയ ശേഷം രാമപുരത്ത് തിരിച്ചെത്തേണ്ടതാണ്. അപ്പോഴാണ് ദർശനം പൂർത്തിയാകുകയുള്ളൂ. ഇനി അടുത്ത അമ്പലമായിട്ടുള്ള ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ വളരെ വേഗത്തിലുള്ള യാത്ര. നമ്മൾ വളരെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്കുള്ളൂ. അടുത്ത ക്ഷേത്രമായിട്ടുള്ള ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം.